എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം ഒരുപാട് വിവാദത്തിൽപ്പെട്ട് നിൽക്കുകയാണ് സിനിമ. അവസാനം പേടിച്ചിട്ട് സിനിമയും കട്ട് ചെയ്യുന്നു, മാപ്പ് പറയുന്നു. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. ഈ ഒരു എറിക്കയറ്റത്തിൽ പഴയ ഒരു ചരിത്രം അങ്ങ് കുത്തിപ്പൊങ്ങിയിട്ടുണ്ട്. പറയൂ. അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. 2017 ഒക്ടോബറിൽ മിർസൽ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങി. ആ പടം ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ നിലപാടുകൾ എടുത്തങ്ങോട്ട് അടിച്ച് ആക്ഷേപിച്ച് തൊലച്ച് നാറാണത്താക്കി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു. ഫ്ലാഷ് ബാക്ക്. 7% GST வாங்குற சிங்கப்பூர் மக்களுக்கு மருத்துவத்தை இலவசமா தர்றப்போ 28% GST வாங்குற நம்ம அரசாங்கத்தால ஏன் மருத்துவத்தை இலவசமா தர முடியல? இப்ப இங்க கோயில் கட்டி என்ன வரப்போகுது? போன அந்த குழந்தைங்களோட உசுறு திரும்ப வந்துருவா. இங்க கோயில் കെട്ടപ്പെടാതെ ആസ്പത്രി കെട്ടണം. ചിത്രത്തിനെതിരെ സംഘടിതമായ പ്രചാരണം നടത്തിയ BJP പ്രതിഷേധത്തെ തുടർന്ന് വിവാദ രംഗങ്ങൾ നീക്കം ചെയ്യാം എന്നുവരെ നിർമ്മാതാവിന് സമ്മതിക്കേണ്ടി വന്നു. നീ തീർന്നു. വിഷയം ആളിക്കത്തി. എന്നാൽ തമിഴകം ഒന്നാകെ മെർസലിന് പിന്തുണയുമായി എത്തിയതോടെ ചിത്രം കീഴ്മേൽ മറിഞ്ഞു. എടാ പട്ടി പുരുഷു, താങ്ങുന്നത് കാർത്തികേയനിട്ടാണെന്ന് നീ ഓർത്തില്ലേ? പുതിയ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിജയുടെ ആ പ്രസ്താവനയും ട്രെൻഡിങ് ആവുകയാണ്. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ചാരായത്തിന് GST ഇല്ല, ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾക്ക് GST ഉണ്ട് തുടങ്ങിയ ഡയലോഗുകൾ തിയേറ്ററുകളിൽ കയ്യടി നിറച്ചപ്പോൾ BJPക്കും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനും പൊള്ളി. അതെനിക്കിഷ്ടമില്ല. നിർമ്മാതാക്കൾ തമിഴ്നാട്ടിലെ BJP നേതാക്കളെ കണ്ട് മാപ്പ് പറഞ്ഞ് വിവാദം തണുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയ്ക്ക് കുലുക്കമുണ്ടായില്ല. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. എന്റെ മജീദേ, ഇത് ഐറ്റം വേറെയാ. വിജയ് മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചങ്കൂറ്റവും നിലപാടും നിറച്ചൊരു പ്രസ്താവനയുമായിട്ടാണ് അന്ന് നടൻ വിജയ് വിമർശകരെ നേരിട്ടത്. അത് ഏത് കൊമ്പത്തവനാണെങ്കിലും, ഏത് മംഗളശീലനാണെങ്കിലും, ഏത് ഒട്ടയോനാണെങ്കിലും നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. കൊടിയും പിടിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി റോട്ടിൽ സമരം. മെർസല് മാറ്റണം, മെർസല് പറ്റൂല, കട്ട് ചെയ്യണം, തേങ്ങയാണ്, മാങ്ങയാണ്, കൊലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ നമ്മുടെ ബ്രാൻഡായിട്ടുള്ള ദളപതി എന്ന് പറയുന്ന വ്യക്തി ഒരൊറ്റ പോസ്റ്റിൽ ആ സംഭവം ഒതുക്കി. മെർസൽ എന്ന് പറഞ്ഞിട്ട് മീശ വിരിക്കുന്ന ഒരു സാധനം FBയിൽ പോസ്റ്റ് ചെയ്ത് അങ്ങ് നിർത്തി. അങ്ങനെ താഴത്തില്ലടാ. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. സത്യം പറഞ്ഞത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും കോൾ മയർ കൊള്ളുന്നു. കാണാങ്ങളുടെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് അന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള. അതാണ് മക്കളെ ബ്രാൻഡും ചങ്കൂറ്റം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് പ്രതിഷേധമോ നേതാക്കന്മാരുടെ ചാനൽ പ്രതികരണങ്ങളോ ആയിരുന്നില്ല. BJPയും സംഘപരിവാർ സംഘടനകളും അക്ഷരാർത്ഥത്തിൽ നിരത്തുകളിൽ പ്രതിഷേധ തരംഗം തീർക്കുകയായിരുന്നു ദളപതി വിജയന്റെ മെർസൽ സിനിമയ്ക്കെതിരെ. സിനിമ ബാൻ ആവശ്യം കോടതി വരെ കയറി. റീ എഡിറ്റ് ഉണ്ടായില്ല, റീസെൻസറിംഗ് ഉണ്ടായില്ല. പകരം മീശ പിരിച്ച് വിജയിട്ട പ്രൊഫൈൽ പിക്ചർ തമിഴകം ആഘോഷമാക്കി. അതെ, അവനാ തന്റെ അടി. എന്തായാലും സമ്മതിക്കണം. ഏതായാലും ചങ്ക് പുളപ്പ സാധനം തന്നെ. അതാണ് മക്കളെ ബ്രാൻഡും ചങ്കൂറ്റം. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രം കട്ടയ്ക്ക് നിൽക്കുക. അത് പലരും മനസ്സിലാക്കിയ കൊള്ളാം. അത് താൻ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എമ്പുരാനിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ വിവാദ ഉള്ളടക്കം നീക്കം ചെയ്യാൻ തീരുമാനിച്ചതായി മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നു. താൻ ഈ നരന്ത് പൊള്ളാനൊക്കെ പേടിക്കാൻ പോയാ പിന്നെ ആരെയൊക്കെ പേടിക്കും? പേടിക്കേണ്ടവരൊക്കെ പേടിക്കണ്ടേ സാറേ. മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടാനുള്ളവർ ഇഷ്ടപ്പെട്ടാൽ മതി, അല്ല പിന്നെ